ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സേതു വിഷമിച്ച് രാജശേഖരൻ ചതിച്ചതിനെ കുറിച്ച് ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് സൂര്യ ഇത് കണ്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ സൂര്യയ്ക്ക് സേതുവിനെ സഹായിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമവുമുണ്ട്. അങ്ങനെ സൂര്യ പറയുകയാണ്, സേതുട്ടിന് ഇങ്ങനെ വിഷമിച്ച് നിൽക്കരുത്, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താം എന്ന് പറയട്ടോ. അപ്പോൾ സേതു പറയാണ്, ആ രാജശേഖരൻ എന്നെ ചതിച്ചതാണ് എന്ന് പറയുമ്പോൾ ഇനിയെങ്കിലും സേതുവേട്ടൻ അഡ്വാൻസ് കിട്ടാതെ ഒരു വർക്കും ചെയ്തു കൊടുക്കരുത് എന്ന് പറഞ്ഞ് സൂര്യ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സൂര്യ എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താം എന്ന് പറഞ്ഞ് സൂര്യ പോവുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യക്കാണെങ്കിലോ സേതുവിന് 2 ലക്ഷം രൂപ കൊടുക്കാൻ കഴിയാത്തതിൻ്റെ വിഷമവുമുണ്ട്. അച്ഛനാണെങ്കിലോ കമ്പനി അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയത് കൊണ്ട് സൂര്യയുടെ പേഴ്സണൽ അക്കൗണ്ടിൽ അത്രയും രൂപയില്ല എന്ന് ഭാവനയോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സേതുവേട്ടനെ സഹായിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷമം സൂര്യയുടെ മനസ്സിലുണ്ട്. ഈ സമയം സൂര്യ വീട്ടിൽ നിന്നും പോയതിൻ്റെ വിഷമത്തിൽ ദേവൻ കള്ള് കുടിക്കുകയാണ് കേട്ടോ. ദേവനാണെങ്കിലോ ഇതുവരെയും എൻ്റെ സൂര്യയെ ഞാനൊന്ന് അടിച്ചിട്ട് പോലുമില്ല, വൃത്തികെട്ട അജയൻ കാരണം എൻ്റെ മോനെ എനിക്ക് അടിക്കേണ്ടി വന്നല്ലോ എന്നുള്ള കുറ്റബോധം കൊണ്ടാണ് ദേവൻ കള്ള് കുടിക്കുന്നത്. അങ്ങനെ ദേവന് പരിസരം മറന്ന് കള്ള് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് കള്ളിൻ്റെ സ്മെല്ല് കേട്ട് അവിടേക്ക് അജയൻ വരുന്നത്. അങ്ങനെ അജയൻ ദേവൻ്റെ കാല് പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മച്ചമ്പി എനിക്കൊരു ഗ്ലാസ് കൂടി തരുമോ, ഞാനിപ്പോൾ ഗ്ലാസ് എടുത്തുകൊണ്ട് വരാം എന്ന് പറയുമ്പോൾ, ഇല്ല, നിനക്ക് ഇതിൽ നിന്ന് ഒരു തുള്ളി പോലും മദ്യം ഞാൻ തരില്ല, ഇത് എനിക്ക് സ്വന്തമാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെ പറയല്ല മച്ചമ്പി, എനിക്കൊരു ലേശം തരുമോ എന്ന് ചോദിച്ച് കെഞ്ചിങ് കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ദേവൻ പറയുന്നുണ്ട്, ഇതിൽ നിന്നും ഒരു തുള്ളി പോലും ഞാൻ നിനക്ക് തരില്ല, മര്യാദക്ക് നീ ഇവിടെ നിന്നും പോയിക്കോ എന്ന് പറഞ്ഞ് ദേവൻ അജയനെ ആട്ടി പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അജയൻ പറയാണ്, മദ്യം കിട്ടാത്തതിൻ്റെ ദേഷ്യം കൊണ്ട് അജയൻ ദേവനെ പ്രാകുകയാണ് കേട്ടോ. നീ ഈ കള്ളൊക്കെ കുടിച്ച് ഇല്ലാതാവും എന്നും പറഞ്ഞ് അജയൻ നിരാശയോട് കൂടിയിട്ട് കള്ള് കിട്ടാത്ത വിഷമത്തിൽ പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇത് കണ്ടുകൊണ്ട് ജയ വരുന്നത്. അപ്പോൾ ജയ ചോദിക്കുകയാണ്, എന്താണ് ഏട്ടാ എന്ന് അജയനോട് ചോദിക്കുമ്പോൾ, നിന്റെ ഭർത്താവ് പതിവില്ലാത്ത ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പോയി നോക്ക് എന്ന് പറയുമ്പോൾ, എന്ത് ശീലം, നീ തന്നെ നേരിട്ട് പോയി കണ്ടേക്ക് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്താവും ഏട്ടൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ള ഭാവത്തിൽ ജയ വന്ന് നോക്കുന്ന സമയത്ത് ബോധമില്ലാതെ കള്ള് കുടിക്കുന്ന ദേവനെ കാണുമ്പോൾ ജയക്കങ്ങ് സങ്കടം വരികയാണ്. എന്നിട്ട് ജയ ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ദേവേട്ട ഈ കാണിക്കുന്നത്, ഇതൊന്നും ശീലമില്ലാത്തതാണല്ലോ, ഇത് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് ആ കള്ളുകുപ്പി വാങ്ങിച്ചു വെക്കാൻ നോക്കുകയാണ് കേട്ടോ. പക്ഷേ ദേവൻ പറയണ തൊട്ടു പോവരുത്, നീ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് പറയുമ്പോൾ, എന്താ ദേവേട്ട ഞാൻ എന്ത് ചെയ്തു, നീ തന്നെയാണ് എല്ലാം ചെയ്തത്, നിന്റെ ആ വൃത്തികെട്ട ഏട്ടനെ ഇവിടേക്ക് വിളിച്ചു വരുത്തണ്ട എന്ന് പറഞ്ഞ് നീ അത് ചെയ്തില്ലല്ലോ, നീ ഭാവനയെ മറന്ന് എന്തെല്ലാമാണ് കാണിച്ചത്, നീ ഭാവനയോട് സ്നേഹത്തോടു കൂടി ഒരു വാക്ക് പോലും സംസാരിക്കുന്നത് പോലുമില്ല, നമ്മുടെ മോൻ്റെ ഭാര്യയാണ് ഭാവന, അവൾക്ക് വേണ്ടി നീ ഇവിടെ വന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നീ എടുത്തു കൊടുത്തോ, ഇല്ലല്ലോ, നീ മാനസിയോട് എത്രമാത്രം അധികം സ്നേഹത്തോടെയാണ് പെരുമാറുന്നതും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, പക്ഷേ നമ്മുടെ മോൻ്റെ ഭാര്യയായ ഭാവനയോട് നീ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ, നീ എത്രമാത്രം അധികം അവഗണിക്കുകയാണ് ഭാവനയെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, എന്തിനാ ദേവേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ അതിന് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, നീ ഒന്നും ചെയ്തില്ലേ, നീ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് ദേവൻ എല്ലാ കാര്യങ്ങളും അങ്ങ് വിളിച്ചു പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ജയനിർമ്മല പെട്ടെന്ന് അങ്ങ് പതറിപ്പോവുകയാണ്. അങ്ങനെ ദേവേട്ട മതി കുടിച്ചത് എന്ന് പറയുമ്പോൾ, ഇല്ല, ഞാൻ കുടിച്ച് ഇല്ലാതാവും, നീ കാരണമാണ് എൻ്റെ മോനെ ഞാൻ ഇതുവരെയും ഒന്ന് അടിച്ചിട്ട് പോലും ഇല്ലാത്ത എൻ്റെ സൂര്യയെ ഞാൻ അടിക്കേണ്ടി വന്നു, അതും നിന്റെ ഏട്ടൻ കാരണമാണ്, നീ ഒരിക്കലും സൂര്യ ഈ വീട്ടിലേക്ക് വരില്ല എന്ന് പറയുമ്പോൾ, ഇല്ല ദേവേട്ട, സൂര്യ ഉറപ്പായും വീട്ടിലേക്ക് വരും, ഞാൻ പോയി അവനെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറയുമ്പോൾ, ഇല്ല, അവൻ ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് വരില്ല, എന്നെ അവന് വെറുപ്പായിരിക്കും, ഇപ്പോൾ എന്നോടുള്ള സ്നേഹമെല്ലാം അവൻ്റെ മനസ്സിൽ നിന്നും പോയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ, ഇല്ല, സൂര്യ ഒരിക്കലും അങ്ങനെയൊന്ന് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, ദേവേട്ടൻ വിളിച്ച എന്തായാലും അവൻ വരുമെന്ന് പറയുമ്പോൾ, ഇല്ല, ഞാൻ വിളിച്ചാലൊന്നും അവൻ ഇനി വരില്ല, ഇപ്പോൾ ഈ അച്ഛനോട് അവന് വെറുപ്പായിരിക്കും എന്ന് പറഞ്ഞ് ദേവൻ ഇങ്ങനെ എണീറ്റ് നടക്കുന്ന സമയത്ത് ദേവൻ അറിയാതെ അവിടെ അങ്ങ് വീണ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജയ അവിടേക്ക് ചെന്നിട്ട് ദേവനെ എണീപ്പിക്കാൻ നോക്കുമ്പോൾ, ദേവേട്ട ഒന്ന് എണീക്ക് ദേവേട്ട എന്ന് പറയുമ്പോൾ, ഇല്ല, എന്നെ നീ തൊട്ടു പോവരുത് എന്ന് പറഞ്ഞ് ജയയെ അവിടെ നിന്നും ആട്ടി പറഞ്ഞയക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവൻ അറിയാതെ ആ നിലത്ത് കിടന്നങ്ങ് മയങ്ങി പോവുകയാണ്. അങ്ങനെ കള്ള് കുടിച്ച ആ ഒരു ബോധം നഷ്ടപ്പെട്ട് ദേവൻ അവിടെ കിടന്നു
ഉറങ്ങിപ്പോവുകയാണ്. എന്നിട്ട് ജയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ജയ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് കേട്ടോ. ദേവനും സൂര്യയും കൂടിയുള്ള ആ സന്തോഷ നിമിഷത്തെക്കുറിച്ചൊക്കെ ജയ ആലോചിക്കുകയാണ്. എന്നിട്ട് ജയ കരഞ്ഞുകൊണ്ട് ആ ഒരു നല്ല നിമിഷങ്ങളൊക്കെ ഓർക്കുകയാണ് കേട്ടോ. ജയയുടെ ബർത്ത്ഡേ ദിവസം ദേവനും സൂര്യയും കൂടി ജയയെ സ്നേഹിച്ചതും അവർക്ക് വേണ്ടി ഓരോ നിമിഷങ്ങൾ പങ്കിട്ടതും എല്ലാം തന്നെ ജയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് തന്നെ ജയ കാറെടുത്തുകൊണ്ട് ഗായത്രിയെ കാണാൻ വേണ്ടി ചെന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ഗായത്രിയുടെ മുറ്റത്ത് കാത്തു നിൽക്കുകയാണ്. അവർ ഉറങ്ങി എഴുന്നേറ്റ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കതകിലൊന്നും മുട്ടാതെ അവിടെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം ദേവനാണെങ്കിൽ ബോധം വന്ന ശേഷം ജയയെ അന്വേഷിച്ച് റൂമിലെത്തുകയാണ്. അപ്പോൾ അവിടെയൊന്നും ജയ ഇല്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ദേവൻ ഇങ്ങനെ ഒരു ചെറിയ ബോധത്തോടു കൂടി ജയയെ അന്വേഷിക്കുന്നത്. അങ്ങനെ ജയയെ അവിടെയൊക്കെ അന്വേഷിച്ച് നോക്കുകയാണ്. സൂര്യയുടെ റൂമിലും ദേവൻ്റെ റൂമിലും ഒക്കെ അന്വേഷിക്കുന്ന സമയത്ത് ജയ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ദേവൻ എവിടേക്കാവും ജയ രാവിലെ തന്നെ പോയിട്ടുണ്ടാവുക എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. ഈ സമയം ഗായത്രി കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്ത് അവിടെ ജയ നിൽക്കുന്നത് കാണാണ്. അപ്പോൾ ഗായത്രി ഓടി ചെല്ലുകയാണ് കേട്ടോ. എന്താ ജയ ഇവിടെ തന്നെ നിൽക്കുന്നത്? എന്താ ഞങ്ങളെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളൊക്കെ നല്ല ഉറക്കത്തിലല്ലേ, നിങ്ങളുടെ ഉറക്കം ഉണരുന്നത് വരെ ഞാൻ കാത്തു നിന്നതാണ്, എന്നിട്ട് എന്താ ഇവിടെ നിൽക്കുന്നത്, വാ അകത്തേക്ക് വായോ എന്ന് പറയുമ്പോൾ ജയ അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്, ഗായത്രി നീയും നിൻ്റെ മകളും കാരണം എൻ്റെ സൂര്യയെ നിങ്ങൾ അങ്ങ് കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് പറയാട്ടോ. അപ്പോൾ ഗായത്രി പറയും, ഞങ്ങൾ ആരെയും കൈയടക്കി വെച്ചിട്ടില്ല, എൻ്റെ ഭാവനയ്ക്ക് അങ്ങനെ ഒരു ശീലവുമില്ല, എൻ്റെ ഭാവനയ്ക്ക് കുടുംബ ബന്ധത്തിൻ്റെ വില അറിയുന്നതാണ്, അതുകൊണ്ട് ജയ അങ്ങനെ പറയരുത് എന്ന് പറയുമ്പോൾ, എൻ്റെ സൂര്യങ്ങളിൽ നിന്നും എന്നേക്കുമായി അകന്നുകൊണ്ടിരിക്കുകയാണ്, അതെല്ലാം തന്നെ ഭാവന കാരണമാണ് എന്ന് പറയുമ്പോൾ, നീ എന്താ ജയ അങ്ങനെ സംസാരിക്കുന്നത്? ഭാവന എന്ത് തെറ്റ് ചെയ്തു? ദേവനല്ലേ അവിടെ നിന്നും സൂര്യയെയും ഭാവനയെയും ഇറക്കി വിട്ടത്, പിന്നെ അവർ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ, അതിന് ദേവേട്ടൻ അങ്ങനെ ചെയ്താലും സൂര്യയും ഭാവനയും അവിടെ നിന്നും ഇറങ്ങി വരാൻ പാടുണ്ടോ? അവർക്ക് അവിടെ നിന്നൂടെ? ദേവേട്ടൻ അപ്പോഴത്തെ ദേഷ്യത്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ അത് കേട്ടും കൊണ്ട് ഭാവന എന്തിനാണ് സൂര്യയും കൂട്ടി ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ ജയ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? അവിടെ നിന്ന് കഴിഞ്ഞാൽ ദേവൻ ആ വീട്ടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാൻ നിൽക്കുകയായിരുന്നില്ലേ, അതുകൊണ്ടല്ലേ സൂര്യ ഭാവനയും കൂട്ടി ആ വീടിൻ്റെ പടി ഇറങ്ങിയത് എന്ന് ചോദിക്കാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ഗായത്രി ജയനിർമ്മലയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയം ഭാവനയും സൂര്യയും സേതുവും മായും ഒക്കെ അവിടേക്ക് എത്തുകയാണ്. എന്നിട്ട് ജയനിർമ്മല പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സൂര്യ നീ വീട്ടിലേക്ക് വരണം, ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് പോവാനാണ് വന്നത് എന്ന് പറയുമ്പോൾ, ഇല്ല അമ്മേ, ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരുന്നില്ല, അച്ഛൻ വന്ന് വിളിക്കാതെ ഞാൻ ഇനി വരില്ല എന്ന് പറയുമ്പോൾ, എന്താ സൂര്യ, അച്ഛൻ പതിവില്ലാത്ത ശീലങ്ങളൊക്കെയാണ് തുടങ്ങിയിരിക്കുന്നത് എന്ന് പറയട്ടെ. അതിൻ്റെ മുന്നേ ഗായത്രിയോട് തൊഴുതുകൊണ്ട് ജയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ മോനെ എൻ്റെ കൂടെ പറഞ്ഞയക്കണം, അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ദേവേട്ടൻ ഇപ്പോൾ പതിവില്ലാത്ത സ്വഭാവങ്ങളും ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ഇതുവരെയും എൻ്റെ ദേവേട്ടനെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല, എൻ്റെ നെറ്റിയിലുള്ള സിന്ദൂരം മായ്ച്ചു കളയരുത് ഗായത്രി എന്ന് പറഞ്ഞ് ഗായത്രിയുടെ മുന്നിൽ പൊട്ടിക്കരയുകയാണ് തൊഴുതുകൊണ്ട്. അപ്പോഴാണ് ഗായത്രി പറയുന്നത്, നീ ഞങ്ങളെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ജയ, ഞങ്ങൾ ആരെയും ഇവിടെ കൈയടക്കി വെച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ ഗായത്രി ആ സമയം ജയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജയയെ കണ്ടപ്പോഴത്തിന് തന്നെ സൂര്യക്ക് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ, സേതുവിനും പിടിക്കുന്നില്ല. സൂര്യയുടെ മനസ്സിൽ അമ്മ അടുത്ത ഒരു അടവുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ സൂര്യ മനസ്സിൽ ചിന്തിക്കുന്നത്. അങ്ങനെ സൂര്യ നീ ഞങ്ങളോടൊപ്പം വരണം, നിന്റെ അച്ഛനാണെങ്കിലോ പതിവില്ലാത്ത ശീലങ്ങളൊക്കെയാണ് തുടങ്ങിയിരിക്കുന്നത്, ഈ അമ്മയുടെ വിഷമം നീ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ സൂര്യ അത് കേട്ട ഉടനെ തന്നെ പറയുകയാണ്, അതുപോലത്തെ ഒരു അമ്മ തന്നെയാണ് അമ്മേ ഈ നിൽക്കുന്ന ഭാവന, ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയാണ്, അമ്മയുടെ കാപാലികനായ ഏട്ടൻ്റെ കൈകൊണ്ട് കൊല ചെയ്യപ്പെട്ട കുഞ്ഞിൻ്റെ അമ്മയാണ് ഈ നിൽക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ജയനിർമ്മലയ്ക്ക് ഒന്നും മിണ്ടാനാവാതെ ഉത്തരം മുട്ടി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജയോട് പറയണേ, ഞാൻ അവിടേക്ക് ഇനി വരണമെന്നുണ്ടെങ്കിൽ ആ വൃത്തികെട്ട അജയനും അയാളുടെ ഭാര്യയും അവിടെ ഉണ്ടാവാൻ പാടില്ല, എങ്കിൽ മാത്രമാണ് ഞാൻ ഇനി അവിടേക്ക് വരികയുള്ളൂ എന്ന് സൂര്യ തറപ്പിച്ച് പറയുകയാണ്. ആ സമയത്തൊക്കെ ഭാവനയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. ദേഷ്യപ്പെട്ട് സൂര്യ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഭാവനയുടെ അടുത്തേക്ക് ജയനിർമ്മല ചെന്നിട്ട് ജയനിർമ്മല കൈ കൂപ്പിക്കൊണ്ട് ഭാവനയോട് സംസാരിക്കുകയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട്. എന്നിട്ട് ഭാവനയുടെ കാലിൽ വീണങ്ങ് മാപ്പ് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ജയനിർമ്മല കരഞ്ഞുകൊണ്ട് കൈ കൂപ്പിക്കൊണ്ട് പറയുകയാണ്, മോളെ ഭാവനെ, ഞാൻ നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ
തരാൻ വേണ്ടി കൂട്ടുനിന്നിട്ടില്ല. ഈ അമ്മയെ ഒന്ന് വിശ്വസിക്കുക, ഞാൻ അത്രയ്ക്ക് ക്രൂരതയൊന്നും ഞാൻ ചെയ്യില്ല മോളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കേട്ടോ. അങ്ങനെ ഭാവനയുടെ കാലിൽ വീണ് കരയുന്ന ജയയെ കാണുന്ന സമയത്ത് ഭാവനയ്ക്ക് തന്നെ അങ്ങ് വിഷമം വരികയാണ് കേട്ടോ. എന്നിട്ട് ഭാവന നിർമ്മലയെ എണീപ്പിക്കുകയാണ്. എന്താ ആൻറ്റി ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കാട്ടോ. എന്നിട്ട് തൊഴുതുകൊണ്ടാണ് പിന്നീട് ഭാവനയോട് കരഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. മോള് വിചാരിച്ചാൽ മാത്രമാണ് സൂര്യ ഞങ്ങളോടൊപ്പം വീട്ടിലേക്ക് വരികയുള്ളൂ. ദേവേട്ടൻ ഇപ്പോൾ പതിവില്ലാത്ത ശീലങ്ങളൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളത്. ദേവേട്ടന് സൂര്യയെ അടിച്ചതിൽ വല്ലാത്ത കുറ്റബോധമുണ്ട്. ഇതുവരെയും ഒരു ഈർക്കിലി പോലും ഉപയോഗിച്ച് എൻ്റെ സൂര്യയെ ദേവേട്ടൻ അടിച്ചിട്ടില്ല. ഇതുപോലെ കയർത്ത് സംസാരിച്ചിട്ടുമില്ല. എല്ലാം ഞാൻ കാരണമാണ്. എൻ്റെ സൂര്യയെ നീ വിചാരിച്ചാൽ മാത്രമാണ് അവിടേക്ക് വരികയുള്ളൂ. നീ പറഞ്ഞാൽ സൂര്യ ഉറപ്പായും അത് അനുസരിക്കും. മോളെ നീ ഒന്ന് എൻ്റെ കൂടെ സൂര്യയോട് വരാൻ പറയണം. അല്ല എന്നുണ്ടെങ്കിൽ ദേവേട്ടനെ എനിക്ക് നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ പറഞ്ഞാലൊന്നും സൂര്യ അനുസരിക്കില്ല. സൂര്യ അത്രയ്ക്ക് വാശിയിലാണ്. ഇനി അജയനെയും പ്രസീതയും വീട്ടിൽ നിന്നും ഇറക്കി വിടാതെ സൂര്യ അവിടേക്ക് കാലെടുത്ത് കുത്തില്ല എന്നുള്ള വാശിയിലാണ് എന്ന് പറയട്ടോ. കേൾക്കുന്ന സമയത്ത് ജയനിർമ്മല ആകും ഞെട്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാനെങ്ങാനും ഏട്ടനെയും ഏട്ടത്തെയും ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടാൽ അവരാ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യും. അത് കേട്ടാൽ പിന്നെ സൂര്യയും ദേവേട്ടനെയും എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമല്ലോ എന്നുള്ള പേടിയിലാണ് ജയ നിൽക്കുന്നത്.